ഹായ് വ്യൂവേഴ്സ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ മുഖം മനസ്സിൽ ഓർക്കുക. ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് എങ്കിലും നിങ്ങൾ നന്നായി അവരുടെ മുഖം മനസ്സിൽ ഓർത്ത് അവരുടെ എനർജി നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ശേഷം ഞാനിവിടെ 3 പെറ്റ്സിൻ്റെ ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ വ്യക്തിയെ ഓർത്ത ശേഷം അങ്ങനെ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഈ 3 ക്യാറ്റാണ്. അപ്പോൾ ഇവിടെ ഞാൻ 3 ക്യാറ്റുകളുടെ ഫോട്ടോയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു പിക് തിരഞ്ഞെടുക്കുക. ഇത് പൈൽ നമ്പർ 1, ഇത് പൈൽ നമ്പർ 2, ഇത് പൈൽ നമ്പർ 3. ശരി, നമുക്കിനി റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്ത് ആഗ്രഹിക്കുന്ന വ്യക്തി ഇപ്പോൾ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെയാണ് ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്തവരുടെ വ്യക്തി ചിന്തിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ഈ കാർഡുകൾ തിരഞ്ഞെടുക്കാം. ഓക്കെ, നമുക്ക് കാർഡുകൾ പരിശോധിക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഓക്കെ, നമുക്കിവിടെ വന്നിട്ടുള്ളത് 6 ഓഫ് കപ്സ്, 7 ഓഫ് സ്വർഡ്സ് ആൻഡ് 8 ഓഫ് സ്വർഡ്സ് റിവേഴ്സ് ആൻഡ് ദ ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഒരു ബേസിക് നക്ഷത്രങ്ങൾ, അതായത് ബർത്ത് സ്റ്റാർ, ജന്മനക്ഷത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ തരാം. ഇവിടെ വന്നിട്ടുള്ളത് സ്വേർഡ്സ് മീൻസ് എയർ എലമെൻറ്റ്സ്, വായു രാശികളായ മിഥുനം രാശിയിൽപ്പെടുന്ന മകയിരം, തിരുവാതിര, പുണർദം, അതുപോലെ തന്നെ തുലാം രാശികളിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം, അതുപോലെ തന്നെ കുംഭം രാശികളിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി. ഞാൻ ഈ പറഞ്ഞ നാളുകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളുടേതോ അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടേതോ ആകാം. ഈ രാശിയിൽപ്പെടുന്നവരെ കൂടുതലായി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കപ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ജലരാശികളായ കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം, അതുപോലെ തന്നെ വൃശ്ചിക രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട, പിന്നെ മീനരാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഇത് ഒന്നുകിൽ നിങ്ങളുടെ നക്ഷത്രമാകാം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കരുതിയ വ്യക്തിയുടെ നക്ഷത്രമാകാം. ഇനി നമുക്ക് സിറ്റുവേഷൻസ് പറയാം. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് നിങ്ങളിരിക്കുന്നത്. നല്ല കലഹം, പിണക്കം, മേ ബി എന്തായാലും ഒരു നോ കോണ്ടാക്ട് ഒരു സെപ്പറേഷൻ, ലെസ് കോണ്ടാക്ട് വന്നിട്ടുണ്ട്. മേ ബി കോണ്ടാക്റ്റ് ഉണ്ടാവാം, പക്ഷെ വലിയ അടുപ്പം കാണത്തില്ല. എന്ത് തന്നെ ആയാലും നിങ്ങൾ ഇപ്പോൾ അത്ര ഒരു സുഖകരമായ ബന്ധമല്ല ഇപ്പോൾ നിങ്ങൾക്കിടയിൽ നടക്കുന്നത് എന്നാണ് കാർഡുകൾ കാണിക്കുന്നത്. കലങ്ങി മറിഞ്ഞ് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, വളരെയധികം വെല്ലുവിളികൾ, ചലഞ്ചസ്, മാനസികമായി രണ്ടുപേരും ഈ പിണക്കം നിമിത്തം വളരെയധികം വിഷമിച്ച് നിരാശയോടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിട്ടുപോകണം, മറക്കണം, ക്ഷമിക്കണം, ഒന്നാകണം എന്നുവരെ ചിന്തിക്കുന്നുണ്ട് ചിലർ. കുറേ പേർക്ക് മേ ബി ഒരു എൻഡിങ് വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ബട്ട് കൂടുതൽ പേർക്കും ഒന്നാകണം, മുന്നോട്ട് പോകണം എന്നും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ മുന്നോട്ട് വരാനുള്ള ശക്തിയില്ല. അവരിങ്ങനെ മെമ്മറീസ്, നിങ്ങൾ സ്നേഹത്തോടിരുന്ന നിമിഷം, നിങ്ങൾ തമ്മിൽ എന്ത് സംസാരിച്ചിട്ടാണ് പിണക്കം ഉണ്ടായത്, അതൊക്കെ ഇങ്ങനെ അവർ ഒരു സിനിമ പോകുന്ന പോലെ റിവൈൻഡ് ചെയ്ത് കാണുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മനസ്സിലോർക്കുന്ന വ്യക്തി എന്ത് തന്നെയായാലും ആ വ്യക്തി അത്ര സന്തോഷമായിട്ടല്ല ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങളെ പിരിഞ്ഞ വിഷമം ആ വ്യക്തിയും അനുഭവിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരു പ്രണയബന്ധമാകാം, സൗഹൃദമാകാം,
അതിലൊരു തേർഡ് പാർട്ടീസ് മേ ബി ഇൻ റിലേഷൻസിലാണെങ്കിൽ ഫാമിലി, കാസ്റ്റ്, റിലീജിയൻ, സൗഹൃദങ്ങളിലാണെങ്കിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടാകാം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അകൽച്ച സംഭവിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വളരെ ആലോചിക്കുകയാണ്, വളരെയധികം ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നു. നിങ്ങളെ എന്തായിരുന്നു സംഭവിച്ചത്, വേണ്ടിയിരുന്നില്ല, പല കാര്യങ്ങൾ ഫിലിം ഓടുന്ന പോലെ അവർ റിപ്ലൈ ചെയ്ത് മീൻസ് ഓടിച്ച് മനസ്സിൽ നോക്കുകയാണ് എന്തൊക്കെയായിരുന്നു നിങ്ങൾക്കിടയിൽ വന്നത് എന്ന്. ഓക്കെ, നമുക്ക് നോക്കാം, മുന്നോട്ട് നോക്കാം. നിങ്ങളുടെ ഒരു സമാധാനത്തിന് നമുക്ക് മുന്നോട്ടുള്ളതും നോക്കാം. ഓക്കെ, നമുക്ക് മുന്നോട്ട് ഉള്ള സംഭവ വികാസങ്ങൾ പരിശോധിക്കാം. നോക്കാം മുന്നോട്ട് നിങ്ങൾ തമ്മിൽ ഇതൊക്കെ മാറി സെറ്റാവുമോ എന്നൊക്കെ നമുക്ക് നോക്കാം, പരിശോധിക്കാം. പേടിക്കേണ്ട, ആ വ്യക്തി തീർച്ചയായും നിങ്ങളിലേക്ക് മടങ്ങി വരും. പക്ഷേ ഇപ്പോഴും അല്പം പിടിവാശി, പിണക്കം ഉള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ തമ്മിൽ തീർച്ചയായും ബാലൻസ് വരും, ഉറപ്പായും ബാലൻസ് വരും. കാരണം 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ തമ്മിൽ ഒരു എന്തായാലും റിലേഷൻ ഒരു ബാലൻസിലേക്ക് വരും, തീർച്ചയായും വരും. ബട്ട് ഇപ്പോൾ അത്യാവശ്യം മുന്നോട്ട് വരണോ, വിളിക്കണോ, ഇങ്ങനെ മെസ്സേജ് അയക്കണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ വഴക്കിട്ടതൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ് വീണ്ടും. അതുകൊണ്ട് മെസ്സേജ് അയക്കണോ വേണ്ടേ, മെസ്സേജ് അയക്കാൻ എടുത്തിട്ട് പിന്നെ മാറുക, അങ്ങനെ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ബന്ധത്തിൽ നടക്കുന്നത്. ബട്ട് ബാലൻസ് വരും തീർച്ചയായും. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നുണ്ട്. തീർച്ചയായും യെസ് തീർച്ചയായും നിങ്ങൾക്ക് ഒരു ബാലൻസ് വരും. തീർച്ചയായും യെസ് ആണ് നമുക്ക് ഫൈനലായി കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്ത് വിഷയമാണെങ്കിലും അതൊക്കെ മാറും, 100% മാറും. നോക്കൂ, ബോട്ടം ഓഫ് ഡെക്ക് നമുക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലവേഴ്സാണ്. വാവ്, ഞാൻ പറഞ്ഞില്ലേ, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻ എന്ത് തരം ആണെങ്കിലും, ലവ് റിലേഷൻ ഓർ അനദർ മറ്റെന്ത് തന്നെ ആയാലും, നോക്കൂ, നമുക്ക് ലവേഴ്സ് കൂടുതലും ഇത് ഒരു പ്രണയബന്ധമാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലെ ആ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തീർച്ചയായും ഒരു റീയൂണിയൻ, നിങ്ങളുടെ റിലേഷനിൽ ബാലൻസ് സംഭവിക്കും എന്ന് തന്നെയാണ് കാർഡുകൾ പറയുന്നത്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, പോയിന്റ് നമ്പർ 2, നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി, അവർ ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു, നിലവിൽ എന്താണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ അവസ്ഥ ഒക്കെ പരിശോധിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ നടക്കുന്നത്, മുന്നോട്ട് എന്തൊക്കെയാണ്. നമുക്ക് കാർഡുകൾ സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ പരിശോധിക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സെക്കൻഡ് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസ് ആണ്. ബ്യൂട്ടിഫുൾ, നല്ല കാർഡുകളാണ്. തേർഡ് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. ജസ്റ്റിസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ വന്നിരിക്കുന്ന കാർഡ് ജസ്റ്റിസ് ആണ്.
ഓക്കെ, കാർഡുകളിൽ നമുക്ക് ഏതൊക്കെ മലയാള നക്ഷത്രങ്ങളുമായി, മലയാള രാശികളുമായി ബന്ധം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ടെൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ എർത്ത് സൈനുമായി ബന്ധപ്പെട്ടതാണ് ഇടവം രാശി, കന്നി രാശി, മകരം രാശി. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം. കന്നി രാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര. മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ രാശികളിൽപ്പെട്ട ആളുകൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ ഉണ്ടാകാം. പിന്നെ പറയുന്നത് ഫയർ സൈൻസ് അഥവാ അഗ്നിരാശികൾ. അഗ്നിരാശിയിൽ വരുന്ന മേടം, ചിങ്ങം, ധനു എന്നീ അഗ്നിരാശികളിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക, മകം, പൂരമുത്രം, മൂലം, പൂരാടം, ഉത്രാടം എന്നീ രാശികളും ഇവിടെ കൂടുതൽ പ്രകടമായി കാണാം. അങ്ങനെ ഇതാണ് ഇവിടെ നമുക്ക് കൂടുതലായി പ്രകടമാകുന്ന രാശികൾ. ഇതിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു റിലേഷനിലൊരു ന്യായം ലഭിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എങ്കിൽ നിങ്ങളുടെ പ്രണയിതാവ് നിങ്ങൾ അർഹിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തരാനായി മേ ബി പിണക്കത്തിലാണെങ്കിൽ ആ വ്യക്തി മടങ്ങി വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു നീതി നിങ്ങൾക്ക് തരണം, നിങ്ങൾക്കത് ലഭിക്കുമെന്നാണ് കാർഡുകൾ വ്യക്തമായി പറയുന്നത്. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കും. നിങ്ങൾ പ്രണയിക്കുന്ന അല്ലെ നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ മനസ്സിൽ ആരെയാണോ വിചാരിച്ചത് ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഒരു നീതി തീർച്ചയായും യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കും. യാതൊരു കാരണവശാലും ഒരു ടെൻഷൻ്റെയും യാതൊരു ആവശ്യവുമില്ല. മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിരുന്നു എങ്കിൽ, എന്തെങ്കിലും വിഷയം ഉണ്ടായി എങ്കിൽ പേടിക്കേണ്ട. എല്ലാം നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നീതി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് മടങ്ങി വരും. ഇനി പ്രണയിതാക്കളാണ് എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറി നിങ്ങൾ ഒന്നിച്ച് വളരെ സന്തോഷമായി ഒരു റീയൂണിയൻ, ഒരു റീകൺസിലിയേഷൻ, വീണ്ടും ഒരു യൂണിയൻ, വീണ്ടും നിങ്ങൾ ഒന്നാകും. തീർച്ചയായും നിങ്ങളുടെ പിണക്കം മറന്ന് വീണ്ടും നിങ്ങൾ മുന്നോട്ട് ഒന്നിച്ചു പോകും എന്ന് തന്നെയാണ് കാർഡുകൾ വ്യക്തമാക്കുന്നത്. ജഡ്ജ്മെൻറ്റ്, റീബർത്താണ്. നിങ്ങളുടെ ബന്ധത്തിൻ്റെ പുനർജന്മം സംഭവിക്കും. ഇപ്പം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല, മടങ്ങി വരും, തിരിച്ച് ലഭിക്കും എന്ന് തന്നെയാണ് കാർഡുകൾ വളരെ വ്യക്തമായി പറയുന്നത്. നിങ്ങൾ ഒന്നുകൂടി ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് നിങ്ങൾ ഒന്നിച്ച് യാത്രകൾ പോകും. നിങ്ങളൊന്നിച്ച് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ഒന്നു ചേർന്ന് ആഘോഷിക്കും. തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ മനോഹരമായൊരു സിറ്റുവേഷൻസ് ഉണ്ടാകും എന്ന് തന്നെയാണ് വളരെ വ്യക്തമായി ഈ കാർഡുകളിൽ പറയുന്നത്. ഓക്കെ, പൈൽ നമ്പർ 3. നിങ്ങൾ ഈ പെറ്റിനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്താണ്, നിങ്ങളുടെ ആ വ്യക്തി ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണ്, നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് നോക്കാം, നമുക്ക് പരിശോധിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെയും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അവസ്ഥ, മുന്നോട്ട് എന്തൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്കിനി ഓരോ കാർഡുകൾ പരിശോധിക്കാം, എന്താണ് നോക്കാം. 4 ഓഫ് കപ്സ് റിവേഴ്സ്. വാവ്, ഏസ് ഓഫ് കപ്സ്. 2 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. The sun. Wow, super, very nice. രണ്ടുപേരും
എന്തോ ഒരു എന്താണ് ചെറിയൊരു പിണക്കം. ഇത് വലിയ പ്രശ്നമുള്ള ഒരു കാർഡോ പൈലോ ഒന്നും അല്ല. വളരെ എന്തോ കുഞ്ഞി പിണക്കം എന്ന് പറയുന്ന പോലെ വളരെ ചെറിയ എന്തോ ഒരു തെറ്റിദ്ധാരണ വന്നിട്ട് വളരെയധികം ആത്മബന്ധവും സോൾമേറ്റ് പവറുള്ള ഒരു റിലേഷനാണ്. അത്രയും ലോയലായിട്ടുള്ള ഒരു റിലേഷനിലുള്ള വ്യക്തികളാണ്. പിന്നെ ഇപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഒരു പക്ഷേ ലെസ് കോണ്ടാക്റ്റ്, ഒരു പിണക്കം, ഒരു പരിഭവം ഒക്കെയാണ് ഇപ്പോൾ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ആത്മാർത്ഥമായി കവിഞ്ഞൊഴുകുന്ന സ്നേഹം നിങ്ങളുടെ ഇടയിലുണ്ട് തീർച്ചയായും. അതിനാൽ ഒരു പുതിയ ആരംഭം, ഒരു ബന്ധത്തിൻ്റെ ദൃഢത 4 ഇരട്ടിയായി ഒരു കവിഞ്ഞൊഴുകൽ നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായും ഉണ്ടാകും. മാത്രമല്ല ഫൈനൽ കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് സണ്ണാണ്. വാവ്, നിങ്ങൾ ഒന്നിച്ച് വളരെ ഊഷ്മളമായ ഒരു പുതിയ തുടക്കം തീർച്ചയായും ഉണ്ടാകും. ഇനി പിണങ്ങിയിട്ടുള്ളവരാണെങ്കിൽ യൂണിയൻ ഉണ്ടാകും. അതിമനോഹരമായ നിമിഷങ്ങൾ, ഒന്നിച്ച് യാത്രകൾ, നിങ്ങൾക്ക് ഒന്നിച്ച് ചെലവഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ഒന്നിച്ച് സന്ദർശിക്കുകയും വളരെയധികം സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്കിടയിലുള്ള പിണക്കം പരിപൂർണമായും മാറുന്നതാണ്. നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമായി ബന്ധത്തിലേക്കൊരു കവിഞ്ഞൊഴുക്ക് വരിക തന്നെ ചെയ്യും. ഇപ്പോൾ കുഞ്ഞു പിണക്കത്തിലാണ് നിങ്ങളെങ്കിൽ അവർ പതുക്കെ ഇണങ്ങാൻ ഉള്ള തിരിച്ചുവരവിന് ഒരു റിട്ടേണിന് അവർ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അവർ നിങ്ങളിലേക്ക് മടങ്ങി വരും. ഇനി ചെറിയ പിണക്കം, ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ ഇവിടെ സൺ കാർഡും ഏസ് ഓഫ് കപ്സും ന്യൂ ബിഗിനിങ്, നിങ്ങളുടെ പ്രണയബന്ധത്തിലെ ഒരു പുതുക്കൽ. ഇനി സിംഗിൾസിനാണെങ്കിൽ പുതിയ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെ കാർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി പഴയ ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നവർക്കതൊക്കെ മാറി നിങ്ങളിലേക്ക് ഒരു പുതിയ സ്നേഹത്തിൻ്റെ ഊർജം, പ്രവാഹം, സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുകൽ തീർച്ചയായും അത് സംഭവിക്കും. വളരെ ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. നിങ്ങളുടെ ഈ ബന്ധത്തിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കുക. വളരെ ഊഷ്മളതയുള്ളൊരു ബന്ധം തന്നെയാണെന്ന് കാർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 3 തിരഞ്ഞെടുത്തവർക്ക് ലഭിച്ചിരിക്കുന്നത്. താങ്ക് യു.